എലുമ്പൻ മൊബൈൽ നോക്കുമ്പോൾ, ആശാനെ, പെട്രോളിന് വില കൂടി 110 രൂപയെന്ന്. ഹോ, എങ്കിലിനി എല്ലാത്തിനും വില കൂടും. കൂടി, ദേ പച്ചക്കറി, പലചരക്ക്, കറണ്ട് എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലാവിഷായി ജീവിക്കാമെന്ന് കരുതണ്ട. ഡേ നായ്ക്കുമാറേ, ഇനി മുതൽ പച്ചക്കറിയൊന്നും വാങ്ങണ്ട. എങ്കിൽ ഫുൾ ടൈം ചിക്കനാക്കാം. ഒന്ന് പോടാ, പറമ്പീന്ന് ചീരയും ചേമ്പിലയും മുരിങ്ങയിലയും പറിച്ച് കറി വെച്ചാൽ മതി. പിന്നെ ചോറ് ഒരു നേരം മതി. രാവിലെയും രാത്രിയും കഞ്ഞി, അരി കുറച്ചിട്ടാൽ മതി. ഹോ, ഇതിലും ഭേദം ഫുൾ ടൈം കഞ്ഞിയായി ജീവിക്കുന്നതാ. രാത്രിയായപ്പോൾ, ഡേയ് ലൈറ്റൊക്കെ ഓഫാക്ക്, മെഴുകുതിരി മതി. അതുപോലെ ഗ്യാസ് സ്റ്റവ് ആഴ്ചയിലൊരിക്കൽ കത്തിച്ചാൽ മതി. അപ്പോഴെങ്ങനെ ഫുഡുണ്ടാക്കും? പറമ്പിൽ ചുള്ളിക്കമ്പ് എടുത്ത് കത്തിക്ക്. പിറ്റേന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോൾ, ഇതെന്താടാ ചീരക്കറിക്കൊരു അവിഞ്ഞ ചൊവ. പറമ്പിൽ ചീരയും ചേമ്പുമൊന്നും കണ്ടില്ല. പകരം കുറച്ച് റബ്ബറിൻ്റെ ഇല വെച്ചുണ്ടാക്കിയ തോരന. വേഗം ആശുപത്രിയിൽ കൊണ്ടുപോണേ. അതു വേണ്ട, ഞാൻ പോയി ഡോക്ടറെ വിളിക്കാം. ചേട്ടാ, ടോർച്ച് കൊണ്ടുപോ. അത് വേണ്ട, ബാറ്ററി തീരും. മീശ ഇരുട്ടത്തേക്കിറങ്ങിയതും എൻ്റെ അമ്മേ. പിറ്റേന്ന് ആശുപത്രിയിൽ. എലുമ്പൻ്റെ ഫുഡ് പോയ്സണിങ് മാറാൻ ഒരാഴ്ച മരുന്ന് കഴിക്കണം. മീശ നടക്കണേൽ 1 മാസം പിടിക്കും. എന്തു പറ്റിയടേ? ചെലവ് ചുരുക്കി ജീവിച്ചതാ. ബില്ല് 10,000 രൂപയായി. ഉടൻ തന്നെ അടയ്ക്കണം. ഇതിലും ഭേദം റബ്ബറിൻ്റെ ഇല തിന്ന് ചാവുന്നതായിരുന്നു. മീശയുടെ വീട്ടിൽ ഒരാൾ സാധനങ്ങൾ വിൽക്കാൻ വന്നു. ചേട്ടന്മാരെ, ഓൺലൈനിലും കടയിലുമൊന്നും കിട്ടാത്ത ചില സാധനങ്ങൾ പരിചയപ്പെടുത്തട്ടെ. എന്താ, കാണട്ടെ. ദേ, ഇതാണ് വെള്ളം തണുപ്പിക്കുന്ന ഉപകരണം. ഹയ്യടാ, അത് ഉപകാരപ്പെടുന്നതാണല്ലോ. വേറെ എന്താ ഉള്ളത്? ഇതാണ് ടീ മേക്കർ. രുചികരമായ ചായ രസകരമായി ഉണ്ടാക്കി കഴിക്കാം. ചേട്ടാ, വാങ്ങിക്കോ. എൻ്റെ പണി കുറയും. നിങ്ങൾക്ക് ഇടയ്ക്കിടെ ചായ കുടിക്കുകയും ചെയ്യാം. ദാ, ഇതാണ് പത്തിരി മേക്കർ. കൊള്ളാമല്ലോ. ഇതുവരെ പത്തിരി വീട്ടിലുണ്ടാക്കിയിട്ടില്ല. എങ്കിലും വാങ്ങിക്കോ. പത്തിരി പടപടാന്നുണ്ടാക്കി മടമടാന്നടിക്കാം. എത്രയാ വില? ഈ 3 ഐറ്റത്തിനും കൂടി വില വെറും 5,000 മാത്രം. എങ്കിൽ കാശ് പിടിച്ചോ. അതിലുള്ള നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് വേണം പ്രവർത്തിപ്പിക്കാൻ. അല്ലെങ്കിൽ വിചാരിച്ച ഗുണം കിട്ടില്ല. അയാൾ പോയപ്പോൾ, തുറക്കടേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആദ്യം വെള്ളം തണുപ്പിക്കാനുള്ള യന്ത്രം നോക്കാം. ഇതെന്താ? വെള്ളം നിറച്ച മിനറൽ വാട്ടർ ബോട്ടിൽ. ദേ, നിർദ്ദേശമുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ തണുത്ത വെള്ളം കുടിക്കാമെന്ന്. ദേ, ടീ മേക്കർ എന്ന് പറഞ്ഞ് തന്നത് ഒരു ചരുവമാ. നിർദ്ദേശമുണ്ട്. പാലും വെള്ളവും ചായപ്പൊടിയും പഞ്ചസാരയുമിട്ട് തിളപ്പിച്ചാൽ ചായ റെഡി. ദേ, പത്തിരി മേക്കർ എന്ന് പറഞ്ഞ് കിട്ടിയത് ഒരു കോലാ. എന്താ നിർദ്ദേശം? പത്തിരിമാവ് കുഴച്ച് ഉരുളകളാക്കി ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇത് വെച്ച് പരത്തിയാൽ പത്തിരി റെഡി. 5,000 രൂപ. കട്ടപ്പോഹ.